ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പൊളിയുന്നത് മോദിയുടെ വലിയ നുണ. കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണമെന്നൊരു ചൊല്ലുണ്ട്. കഴിഞ്ഞ 10 വർഷവും അത് അങ്ങനെ തന്നെ ചെയ്തു പോരാൻ മോദിയെ കൊണ്ട് സാധിച്ചു. അതിനുള്ള വലിയ ആൾബലവും മോദിക്ക് അന്ന് ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ മോദി ഭക്തരുമായിരുന്നു എന്നതാണ് മോദിയെ ഇങ്ങനെ നിലനിർത്തുന്നതിന്റെ കാരണവും. എന്നാൽ ഇന്ന് മോദി ഭക്തികൾക്ക് അപ്പുറത്താണ് കാര്യങ്ങൾ. പലപ്പോഴും RSS ചെയ്യുന്ന അമ്പ് മോദിയുടെ നെഞ്ചിലാണ് തറയ്ക്കുന്നത്. ഇപ്പോഴിതാ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന അവസ്ഥയിൽ പെട്ടുപോവുകയാണ് മോദിയും മോദിയുടെ കേന്ദ്രവും. 21 ദശലക്ഷം ഡോളർ, ഏകദേശം 180 കോടിയോളം ഇന്ത്യൻ രൂപ. ഈ രൂപ റദ്ദ് ചെയ്യുകയാണ് എന്ന് എലോൺ മസ്ക് അമേരിക്കയ്ക്ക് വേണ്ടി ട്രംപിന്റെ അനുവാദത്തോടെ എക്സ്പോസ്റ്റിൽ കുറിച്ചപ്പോൾ ഉടൻ BJPയുടെ IT സെൽ മേധാവി തല പൊക്കിക്കൊണ്ട് കൈ കഴുകുകയാണ് ഉണ്ടായത്. അതും കോൺഗ്രസിന്റെ തലയിൽ ഇട്ടുകൊണ്ടും. ഇത്രയും വലിയ എലക്ഷൻ എവിടുന്ന്, ആരാണ് ഈ പണം വാങ്ങിയത്? എന്തായാലും BJP അല്ല, കോൺഗ്രസ് ആയിരിക്കുമെന്ന് ഒറ്റയടിക്ക് പറഞ്ഞുകൊണ്ടാണ് തലയൂരാൻ നോക്കിയത്. എന്നാൽ തൊട്ടു പിറ്റേ ദിവസം മോദി തന്റെ സുഹൃത്തിന് തന്നെയാണ് ഈ ഫണ്ടുകൾ കൊടുത്തത് എന്ന തരത്തിൽ ഇനി ഇല്ല എന്ന് ട്രംപ് തിരിച്ചടിച്ചിരുന്നു. എന്നാൽ അതും തീർത്തു തള്ളിയ മോദിയും കൂട്ടരും ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് കണ്ട് കണ്ണു തള്ളുകയാണ്. ഇനി എന്ത് പറയണമെന്നറിയാതെ പരസ്പരം മുഖത്തേക്ക് മുഖം നോക്കുകയാണ് മന്ത്രിമാരടക്കുന്ന ഇക്കൂട്ടർ. അതായത് US എയ്ഡ് ഫണ്ട് മോദി സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്, പക്ഷേ അത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടല്ല എന്ന പുതിയ വാദമാണ് ഇപ്പോൾ BJP മുന്നോട്ട് വെക്കുന്നത്. US എയ്ഡ് ഫണ്ട് ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ 7 പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് എന്നും അവയൊന്നും വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ളതല്ല എന്നും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ 23-24 വാർഷിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിലവിൽ $750 മില്യൺ മൊത്തം ബജറ്റ് വിലമതിക്കുന്ന 7 പദ്ധതികൾ US എയ്ഡ് ഇന്ത്യൻ സർക്കാരുമായി സഹകരിച്ച് നടപ്പാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനല്ല ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളത്, മറിച്ച് കൃഷി, ഭക്ഷ്യസുരക്ഷാ പദ്ധതി, വെള്ളം, ശുചിത്വം, പുനരുപയോഗ ഊർജ്ജം, ദുരന്ത നിവാരണം, ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കാണ് തുക ചെലവഴിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ BJPക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ തന്ത്രശാലിയായ വിദേശകാര്യമന്ത്രിയുടെയും നുണകൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഒഴികെ മറ്റാരും തുറന്നു കാട്ടിയിട്ടില്ലെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു വെക്കുന്നുണ്ട്. ധനകാര്യ മന്ത്രാലയത്തിന്റെ 23-24 വാർഷിക റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ US എയ്ഡ് നിലവിൽ ഇന്ത്യൻ സർക്കാരുമായി സഹകരിച്ച് 7 പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഏകദേശം $750 മില്യൺ സംയുക്ത ബജറ്റ് കൂടിയാണിത്. ഈ പദ്ധതികളിൽ ഒന്നുപോലും വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതായി ബന്ധപ്പെട്ടതല്ല എന്ന് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്?